തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, വിശന്ന് കടയുടെ മുന്നിൽ വന്ന ഒരു കുട്ടിയുടെ കരച്ചിൽ കണ്ട് കടക്കാരൻ അവന് ഒരു ആപ്പിൾ കയ്യിൽ നൽകി. അവനൊത്തിരി സന്തോഷമായി. അവൻ്റെ സന്തോഷം കണ്ട കടക്കാരൻ രണ്ടാമതൊരു ആപ്പിൾ കൂടി അവന് നൽകി. അവൻ തൻ്റെ ഇടത് കൈകൊണ്ട് രണ്ടാമത്തെ ആപ്പിളും വാങ്ങി. അവന് സന്തോഷം കൂടി, കരച്ചിലൊക്കെ മാറി. അത് കണ്ട കടക്കാരൻ മൂന്നാമതൊരു ആപ്പിൾ കൂടി അവന് നൽകി. അവൻ ഒരു ആപ്പിൾ കടിച്ചു പിടിച്ചിട്ട് മൂന്നാമത്തെ ആപ്പിളും വാങ്ങി. സന്തോഷം തോന്നിയ കടക്കാരൻ നാലാമതൊരു ആപ്പിൾ അവന് നൽകി. അവൻ രണ്ട് കൈയിലും ആപ്പിൾ ഉള്ളതിനാൽ അത് വാങ്ങാൻ കഴിയില്ലെങ്കിലും ഒരു കണക്കിന് അവൻ തൻ്റെ നെഞ്ചും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നാലാമത്തെ ആപ്പിളും കടക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. ഇത് കണ്ട് കടക്കാരൻ വീണ്ടും അഞ്ചാമതൊരു ആപ്പിൾ അവന് വെച്ച് നീട്ടി. അവന് ആ ആപ്പിൾ വാങ്ങാൻ പറ്റാതായപ്പോൾ അവൻ കരയാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെയൊക്കെ എല്ലാം കരച്ചിലിന് കാരണം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതെ പോകുന്നത് മാത്രമല്ല, നമ്മുടെ ആർത്തി നിറവേറ്റപ്പെടാതെ പോകുന്നത് കൊണ്ടാണ്. ഒന്നും രണ്ടും ആപ്പിൾ കൊണ്ട് തൃപ്തിയാകാമായിരുന്ന ആ കുട്ടി വീണ്ടും വീണ്ടും തരുന്നത് സ്വീകരിച്ച് അതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോൾ പോലും ഒന്നും രണ്ടും ആപ്പിൾ കൊണ്ട് തൃപ്തിപ്പെടാമായിരുന്ന ആ കുട്ടി വീണ്ടും ഒരാൾ നൽകുന്ന ആപ്പിൾ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ആർത്തി മൂത്തപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് അവന് കരയേണ്ടി വന്നൊരവസ്ഥ. ഭോഷനായ ധനികൻ്റെ ഒരു ഉപമ ബൈബിളിലുണ്ട്. അവന് ദൈവം നൽകിയ ആ വിളവിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഉള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിന് പകരം അവൻ അറപ്പുര പൊളിച്ചു പണിത് വലുതുണ്ടാക്കുവാനാണ് ശ്രമിച്ചത്. ഒരറപ്പുര പൊളിക്കുമ്പോഴുള്ള നഷ്ടത്തേക്കാൾ ഉപരിയായി അവന് സംഭരിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷമാണ് അവനെ നയിച്ചത്. അവനെ നോക്കി യേശു വിളിച്ചു ഭോഷ എന്ന്. ഭോഷനായ ധനികൻ എന്നാണ് ആ ഉപമയ്ക്ക് യേശു തലക്കെട്ടിട്ടതും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കരയാം. എന്നാൽ നമ്മുടെ ആർത്തി സഫലീകരിക്കാൻ വേണ്ടിയിട്ട് കരയാതിരിക്കാൻ ശ്രമിക്കാം. അതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ നുറുങ്ങുവട്ടം.